നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ദുബായിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യോത്സവങ്ങളിലൊന്നായ എമിറേറ്റ്സ് ലിറ്റ് ഫെസ്റ്റിന്റെ 16ാമത് എഡിഷൻ ജനുവരി 31 മുതൽ ഫെബ്രുവരി 6 വരെ നടക്കും. ഫെസ്റ്റിവൽ സിറ്റിയിലെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലാണ് വേദിയാകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ, ചിന്തകർ, കലാകാരന്മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. എമിറേറ്റ്സ് എയർലൈൻ മുഖ്യ പ്രായോജകരായ സാഹിത്യോത്സവം എമിറേറ്റിലെ സാംസ്കാരിക വകുപ്പായ ദുബായ് കൾച്ചറാണ് സംഘടിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ലോകത്തെ 100-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 2000-ലേറെ എഴുത്തുകാർ പരിപാടിയുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. സുഹാർ ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിന് തുടക്കമായി. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിനോദ കേന്ദ്രങ്ങളിൽ ഗവർണർ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഖിന്ദിയുടെ സാന്നിധ്യത്തിൽ പൈതൃക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മറൂഖി ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അംഗങ്ങൾ, ഷൂറ കൗൺസിൽ അംഗങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ എന്നിവർ സംബന്ധിച്ചു. വാണിജ്യ പ്രവർത്തനത്തിനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് ഗവർണർ വിശദീകരിച്ചു. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിച്ച് വർണ്ണാഭമായ ചടങ്ങുകളോടെ AFC ഏഷ്യൻ കപ്പിന് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല തുടക്കം. പതിനായിരങ്ങളെ സാക്ഷിയാക്കി കളി ആവേശത്തിന് തുടക്കമിട്ടത് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയാണ്. ഏഷ്യൻ വൻകരയുടെ പോരാട്ടത്തിന് തുടക്കമിട്ടത് ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കായുള്ള പ്രാർത്ഥനയോടെയാണ്. തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിലേക്ക് അമീർ എത്തിയതോടെ ആരാധകരുടെ ആവേശം കൂടി. ഏഷ്യൻ കപ്പ് അമീർ ഉദ്ഘാടനം ചെയ്തതോടെ കൂട്ടും പാട്ടും ആർപ്പുവിളികളും കൈയടിയുമായി ലുസൈൽ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറികൾ വീണ്ടും ഉണർന്നു. വർണ്ണാഭമായ വെടിക്കെട്ട് പ്രദർശനവും അറബ് ഏഷ്യൻ സാംസ്കാരിക പൈതൃകം പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഗാനങ്ങളും നൃത്താവിഷ്കാരങ്ങളും ആരാധകരെ വിസ്മയിപ്പിച്ചു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@prevasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ്@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.